മഴ മനുഷ്യരുടെ സംസ്കാരത്തെയും വളർത്തി. പുരാതന കാലത്ത് ജനങ്ങൾ നദീതടങ്ങളില് നദിയുടെ തീരങ്ങളിൽ താമസം ആരംഭിക്കുകയും കൃഷി തുടങ്ങുകയും ചെയ്തു. മഴ ലഭിച്ചപ്പോൾ വിളകൾ നന്നായി വളർന്നു. ഗ്രാമങ്ങളും നഗരങ്ങളും രൂപപ്പെട്ടു. കേരളത്തിൽ മഴയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. ജൂൺ മാസത്തിലെത്തുന്ന കാലവർഷം വയലുകളെയും കാടുകളെയും പച്ചപ്പ് കൊണ്ട് മൂടുന്നു. മഴത്തുള്ളികൾ മേൽക്കൂരകൾ വീഴുന്ന ശബ്ദം പലർക്കും സന്തോഷവും ശാന്തതയും നൽകും. നമുക്ക് ആ ഒരു ശബ്ദം നല്ലതാണ്, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിർമയാണ്. അപ്പൊ മഴയെക്കുറിച്ച് തന്നെ നിരവധി കഥകളുണ്ട്, കവിതകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ മഴ നമുക്ക് എന്താണ് ഓർമ്മകളും സ്വപ്നങ്ങളും നൽകുന്ന ഒരു പ്രതീകമാണെന്ന് തന്നെ പറയാം. കൃഷിക്ക് ആവശ്യമായ വെള്ളം നൽകുന്നു, ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നു. മഴയുടെ ഗുണങ്ങളാണ് മരങ്ങൾക്കും ജീവജാലങ്ങൾക്കും ജീവൻ നൽകുന്നു, അന്തരീക്ഷത്തെ തണുപ്പിക്കുന്നു. ദോഷങ്ങൾ എന്ന് പറയുമ്പോൾ അത് മഴ വെള്ളപ്പൊക്കത്തിന് കാരണമാകുമ്പോഴാണ് ദോഷങ്ങളായി മാറുന്നത്. മണ്ണിടിച്ചിലുണ്ടാകുകയും റോഡുകളും വീടുകളൊക്കെ നശിക്കുമ്പോഴാണ് നമുക്ക് മഴ ഒരു ദോഷമായിട്ട് മാറുന്നത്. ഒരു ചെറിയ മഴത്തുള്ളി ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് എത്തി വീണ്ടും ആകാശത്തേക്ക് മടങ്ങുന്ന ഒരു അത്ഭുത യാത്രയാണ് ഈ മഴയുടെ യാത്ര എന്ന് പറയുന്നത്. ഭൂമിയിലുള്ള ജീവനെ നിലനിർത്തുന്നതും ഈ മഴത്തുള്ളികളാണ്. ഓരോ മഴത്തുള്ളിയും പ്രകൃതിയുടെ സ്നേഹ സമ്മാനമാണ്. ഭൂമിക്ക് ജീവനും മനുഷ്യർക്ക് പ്രതീക്ഷയും നൽകുന്നതാണ് ഓരോ മഴത്തുള്ളിയും. അപ്പോൾ മഴയെക്കുറിച്ചുള്ള ആ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.